മലയാള സിനിമയുടെ പടിവാതിലിലേക്ക് മുറപ്പെണ്ണുമായി കടന്നുവന്ന എം.ടി. വാസുദേവൻ നായർ വിട പറഞ്ഞിരിക്കുന്നു. ടി. നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും മകനായി 1933 ജൂലൈ 15-ന് കൂടല്ലൂരിലാണ് എം.ടി. ജനിച്ചത്. നോവലിസ്റ്റ്, ചെറുകഥാകൃത്ത്, തിരക്കഥാരചയിതാവ്, ചലച്ചിത്ര സംവിധായകൻ, പത്രാധിപൻ എന്നീ നിലകളിൽ പ്രസിദ്ധനാണ് എം.ടി. കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ച നാലുകെട്ട്, കിളിവാതിലിലൂടെ, ഗോപുരനടയിൽ, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ കാലം, വയലാർ അവാർഡ് നേടിയ രണ്ടാം ഊഴം, ഓടക്കുഴൽ അവാർഡ് നേടിയ വാനപ്രസ്ഥം, അസുരവിത്ത്, വിലാപയാത്ര, മഞ്ഞ്, മനുഷ്യർ, നിഴലുകൾ തുടങ്ങിയവയാണ് മുഖ്യകൃതികൾ. കൃതികൾ പലതും ഇന്ത്യൻ ഭാഷകളിലും വിദേശ ഭാഷകളിലും പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓളവും തീരവും, നിർമാല്യം, നഖശതങ്ങൾ, ഒരു വടക്കൻ വീരഗാഥ, പെരുന്തച്ചൻ, പഴശ്ശിരാജ എന്നീ സിനിമകൾ മികച്ച തിരക്കഥയ്ക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടി. ആനക്കര കൂടല്ലൂർ കടവിൽ നിന്ന് മലയാള സാഹിത്യ ലോകത്ത് വളർന്ന് ചരിത്രമെഴുതിയ എം.ടി. വാസുദേവൻ നായരുടെ എഴുത്തുകളിൽ എന്നും നാടും നാട്ടിൻപുറങ്ങളും നിറഞ്ഞു നിന്നിരുന്നു. 1973 ആദ്യമായി സംവിധാനം ചെയ്ത നിർമാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം നേടിയെന്നതും തൊട്ടതെല്ലാം പൊന്നാക്കുക എന്ന പ്രയോഗത്തിന് അദ്ദേഹം അർഹനാണെന്ന് തെളിയിക്കുന്നതാണ്.